नमस्ते बच्चों, सब कैसे हैं? കഴിഞ്ഞ हिंदी क्लास എല്ലാവരും കണ്ടോ? आज की कक्षा में मैं आप सबका स्वागत करती हूँ। बच्चों, आज की कक्षा में हम पढ़ेंगे प्रेमचंद की ठाकुर का कुआं कहानी की शेष भाग। എല്ലാവരും റെഡിയല്ലേ? हिंदी के अमर साहित्यकार प्रेमचंद की कहानी है ठाकुर का कुआं, है ना बच्चों? कहानी के शुरुआत में दो मुख्य पात्रों से परिचय होता है. കഥ തുടങ്ങുമ്പോൾ നമ്മൾ രണ്ട് കഥാപാത്രങ്ങൾ, അതായത് പ്രധാന കഥാപാത്രങ്ങളെ പരിചയപ്പെട്ടില്ലേ? അവർ ആരൊക്കെയായിരുന്നു? ജോക്കു ഓർ ഗംഗി. ഇവർ രണ്ടുപേരെയും നമ്മൾ ഏതവസ്ഥയിലാണ് കാണുന്നത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? जोकू बीमार है और वो प्यास से तड़प रहा है, उसको पीने के लिए पानी क्यों नहीं देती? गंगी ने उसको पीने के लिए पानी नहीं दिया. क्यों नहीं दिया? क्योंकि वो पानी गंदा था, वहाँ गंदा पानी ही उपलब्ध था, है ना? അവിടെ കുടിക്കാൻ നല്ല വെള്ളം ഉണ്ടായിരുന്നോ? ഇല്ല, ദുർഗന്ധം വമിക്കുന്ന വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടല്ലേ കുടിക്കാൻ വെള്ളം കൊടുക്കാതിരുന്നത്. ബാക്കി എന്താണ് പഠിച്ചത് ഓർമ്മയുണ്ടോ കുട്ടികളെ? നല്ല വെള്ളം കൊണ്ടുവരിക എന്നുള്ളത് ഗംഗയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമല്ലേ? എന്തായിരിക്കും കാരണം? നിമ്ന ജാതിക്ക് സ്ത്രീ ഹോനേക്കെ കാരൺ, ഹേന. താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ഉയർന്ന ജാതിയിലുള്ളവരുടെ കിണറ്റിൽ നിന്നും വെള്ളം കോരാൻ സാധ്യമല്ലായിരുന്നു. അതല്ലേ കാരണം? ബച്ചോ, ഗാവ് മേ അന്യ ദോ കുവേ ഹേ. ഏക്ക് ഠാക്കൂർ കാ കുവ ഓർ ദൂസര സാഹു കാ കുവ. ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ കഴിയുകയില്ല എന്ന് ഗംഗയ്ക്ക് നന്നായി അറിയാം അല്ലേ? എന്നിട്ടും ഗംഗി എന്തിനു വേണ്ടി പുറപ്പെടുന്നു? ഠാക്കൂറിൻ്റെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാനായി പുറപ്പെടുന്നു. അതും രാത്രിയിൽ 9 മണിക്ക്. ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ ബച്ചോ? ഗംഗി ഖഡേ ഓർ രസ്സി കോ ഉഠാക്കർ രാത് കോ ഹി പാനി ലേനെ കെ ലിയെ നികൽ പടി. ലേക്കിൻ ഗംഗി കോ ജൽദി സെ പാനി ലേ സക്തി നഹി. ക്യോं? क्योंकि ठाकुर के दरवाजे पर कुछ लोग बातें कर रहे थे. वहाँ से छोटे दिए के प्रकाश भी कुएं के पास आ रहे थे. അവിടെ കുറച്ച് പേർ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നും ചെറിയ പ്രകാശം, മങ്ങിയ പ്രകാശം കിണറ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കുട്ടികളെ, ഇതൊക്കെ മാത്രമായിരുന്നോ തടസ്സങ്ങൾ? അല്ല. ഉസ് സമയ ദോ സ്ത്രീയാ പാനി ലേനെ കെ ലിയെ കുവേ കെ പാസ് പहुंची, है ना? അതും ഒരു തടസ്സമായി തീർന്നു. ബച്ചോ, ഗംഗി ഉസ് സമയ ഭയഭീത് ഹോ ഗई और क्या किया? उसने एक वृक्ष की अंधेरे छाये में जाकर खड़ी हो गई. ചുപ്കർ ഖടി ഹോ ഗई. കുട്ടികളെ, അല്പനേരം കഴിഞ്ഞപ്പോൾ ഗംഗയ്ക്ക് വിജയത്തിൻ്റെ ഒരനുഭവം തോന്നുകയാണ്. എന്തായിരിക്കും കാരണം? ഠാക്കൂറിൻ്റെ വാതിൽക്കൽ സംസാരിച്ചു കൊണ്ടിരുന്നവർ പോയി. പിന്നെ വെള്ളമെടുക്കാൻ 2 സ്ത്രീകൾ വന്നില്ലേ? അവരും പോയി. ഇപ്പോൾ അവിടെ ആരുമില്ല. അതാണ് വിജയത്തിൻ്റെ ഒരനുഭവം ഗംഗയ്ക്ക് തോന്നാൻ കാരണം. ഇനി വെള്ളമെടുക്കണം കിണറ്റിൽ നിന്ന്, അത്ര മാത്രമേ ഉള്ളൂ. ഇതുവരെയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ആഗേക്ക് കഹാനി ദേഖേ. ഉസ്നെ രസ്സി കാ ഫന്ത ഖഡേ മേ ഡാല, दाएं बाएं चौकन्नी दृष्टि से देखा, जैसे कोई सिपाही रात को शत्रु के किले में सुराख कर रहा हो. കുട്ടികളെ, വെള്ളമെടുക്കാനുള്ള തടസ്സങ്ങളൊക്കെ ഇപ്പോൾ മാറിയല്ലോ. അതല്ലേ ഇപ്പോൾ വായിച്ചു കേട്ടത്? ഉസ്നെ ക്യാ കിയാ? ഉസ്നെ രസ്സി കാ ഫന്ത ഖഡേ മേ ഡാൽ ദിയ. രസ്സി കാ ഫന്ത, ഇസ്കാ മത്ലബ് ക്യാ ഹേ? കയറിൻ്റെ കുരുക്ക്. ഗംഗീനെ രസ്സി കാ ഫന്ത ഖഡേ മേ ഡാല. പതുക്കെ കയറിൻ്റെ കുരുക്ക് കുടത്തിനകത്ത് ഇട്ടു. എന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടി. എന്തിനു വേണ്ടിയായിരിക്കും? വെള്ളം കോരാൻ വേണ്ടി അല്ലേ? ദായേ ബായേ ചോക്കണ്ണി ദൃഷ്ടി സേ ദേഖ.
जैसे कोई सिपाही शत्रु के किले में सुराख कर रहे हो। बच्चों, दाएं बाएं इसका अर्थ क्या है? दाएं വലത്തുവശത്ത്, बाएं ഇടത്തുവശത്ത്। बच्चों, गंगी ने दाएं बाएं चौकन्नी दृष्टि से देखा। चौकन्नी माने क्या है? हाँ, ജാഗ്രതയോടെ ആരെങ്കിലും വരുന്നോ എന്ന ജാഗ്രതയോടെ നോക്കി. വളരെ ശ്രദ്ധിച്ച് ഇരുഭാഗത്തേക്കുമുള്ള ഗംഗയുടെ നോട്ടത്തെ കഥാകൃത്ത് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? ജൈസെ കോയി സിപ്പാഹി ശത്രു കെ കിലേ മേ സുരാഖ് കർ രഹേ ഹോ. किला माने क्या है? किला, हाँ देखिए ये है किला। हाँ, किला माने कोटा। सुराख माने क्या है? सुराख द्वारम। जैसे कोई सिपाही शत्रु के किले में सुराख कर रहे हो. हाँ, അത്ര ജാഗ്രതയോടെ ശത്രുവിൻ്റെ പാളയത്തിൽ, ശത്രുവിൻ്റെ കോട്ടയിൽ പോയി ദ്വാരമിടുന്ന അതേ ജാഗ്രതയോടെയാണ് ഗംഗി ഇവിടെ എന്ത് ചെയ്തത്? വെള്ളം കോരാൻ തുടങ്ങുന്നത് അല്ലേ? എന്തായിരിക്കും അതിന് കാരണം? ആകെ ദേഖിയേ. अगर इस समय वो पकड़ ली गई तो फिर उसके തെറ്റിപ്പോയി കേട്ടോ. अगर उस समय वो पकड़ ली गई तो फिर उसके लिए माफ़ी या रियायत की रद्दी पर उम्मीद नहीं. गंगी ठाकुर का कुएं से पानी लेने वाली है. उस समय वो पकड़ ली गई तो उसकी दशा क्या होगी? बच्चों, क्या उससे माफ़ी मिल जाएगी? नहीं, नहीं मिल जाएगी, है ना. इधर रियायत क्या है? रियायत दयव, दया. बच्चों, क्या उसे रियायत मिल जाएगी? नहीं, उसे माफ़ी या रियायत मिलने की रद्दी पर उम्मीद नहीं. इधर रद्दी पर माने क्या है? हाँ, जरा सा, अल्पम पोलुम. बच्चों, उम्मीद माने क्या है? उम्मीद പ്രതീക്ഷ. കുട്ടികളെ, ഗംഗി കിണറ്റിൽ നിന്നും വെള്ളമെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആരെങ്കിലും അവൾക്ക് മാപ്പ് നൽകുമോ? ഇല്ല. ആരെങ്കിലും ഗംഗയോട് ദയവ് കാണിക്കുമോ? ഇല്ല. ഗംഗയ്ക്ക് അത് നന്നായിട്ട് അറിയാമായിരുന്നു. बच्चों, उसने क्या किया? आगे देखें. अंत में देवताओं को याद करके उसने कलेजा मजबूत किया और खड़ा कुएं में डाल दिया. बच्चों, गंगी ने सभी देवताओं को याद किया और अपना कलेजा मजबूत बनाया. कलेजा माने क्या है? हाँ, हृदय. मजबूत ദൃഢമാക്കി. हाँ, ഗംഗി ഇവിടെ എന്ത് ചെയ്തു? എല്ലാ ദേവതകളെയും പ്രാർത്ഥിച്ചു, എന്നിട്ട് ഹൃദയം കഠിനമാക്കി. ആ, ഇച്ചിരി നല്ല ആത്മവിശ്വാസം വന്നു. ഇനി വെള്ളമെടുക്കാം അല്ലേ? അങ്ങനെ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്? വെള്ളം കോരാൻ പോവുകയാണ്. ബാക്കി കേൾക്കാം നമുക്ക്. ഗംഗീനെ പാനി ലേനെ കെ ലിയെ ഖടാ കുവേ മേ ഡാൽ ദിയ. കുട്ടികളെ, വെള്ളമെടുക്കാനായി കുടം കിണറ്റിലേക്കിട്ട ഗംഗയ്ക്ക് വെള്ളമെടുക്കാൻ കഴിഞ്ഞു കാണുമോ? ആകെ ദേഖിയേ. ഖടേ ने पानी में गोता लगाया, बहुत ही आहिस्ता, ज़रा भी आवाज़ न हुई. गंगी ने 2-4 हाथ जल्दी जल्दी मारे. खड़ा कुएं के मुंह तक आ पहुंचा. कोई बड़ा शहजोर पहलवान भी इतनी तेज से न खींच सकता था. बच्चों, गंगी ने धीरे धीरे खड़ा कुएं में डाल दिया. बच्चों, अब खड़ा कहाँ है? कुएं के अंदर, है ना. खड़ा कुएं के अंदर गोता लगा रहा है. गोता लगाना माने क्या है? മുങ്ങുക. ആ, കുടം പതുക്കെ കിണറ്റിലെ വെള്ളത്തിലോട്ട് മുങ്ങാൻ തുടങ്ങി. ഖടാ കൈസേ गोता लगा रहा है? हाँ, बहुत ही आहिस्ता. ആഹിസ്ത മാനെ ക്യാ ഹേ? മെല്ലെ മെല്ലെ, പതുക്കെ പതുക്കെ. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പതുക്കെ മുക്കുന്നത്?
ശബ്ദം കേട്ട് ആരെങ്കിലും വന്നാലോ അല്ലേ? ബച്ചോ ഇസ്ലിയെ ജരാ ഭീ ആവാസ് ന ഹുയി. അല്പം പോലും ശബ്ദം കേട്ടില്ല. എന്താണ് കാരണം? വളരെ പതുക്കെ അല്ലേ മുക്കുന്നത്, അതുകൊണ്ട് പുറത്തൊരു ശബ്ദവും വന്നില്ല. കുടത്തിൽ വെള്ളം നിറഞ്ഞു അല്ലേ? ഇനി എന്ത് ചെയ്യണം? കിണറ്റിന് മുകളിലേക്ക് വലിക്കണം അല്ലേ? तो आगे गंगी ने क्या किया होगा? गंगी ने 2-4 हाथ जल्दी जल्दी मारे, खड़ा कुएं के मुंह तक आ पहुंचा. गंगी ने 2-4 हाथों में ही खड़े को ऊपर कर दिया, है ना? खड़ा कुएं के मुंह तक आ गया. अब क्या हो गया? ഇനി എത്രയും പെട്ടെന്ന് വെള്ളമെടുക്കണം. കുടം കിണറ്റിൻ്റെ ഏറ്റവും ഉയരെ വരെ എത്തിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? വെള്ളമെടുക്കണം. ഈ സന്ദർഭത്തെ കഥാകൃത്ത് എങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്ന് നോക്കാം. കോയി ബഡാ ഷഹജോർ പെഹൽവാൻ ബി ഇത്തനാ തേജി സെ ന खींच सकता था. इधर पहलवान माने क्या है? गुस्तीकारन. शहजोर पहलवान, इसमें विशेषण शब्द क्या है? शहजोर. शहजोर माने क्या है? ബലമുള്ള ഗുസ്തിക്കാരൻ. നല്ല ബലമുള്ളതല്ലേ? ബലമുള്ള ഗുസ്തിക്കാരൻ പോലും ഇത്ര ശക്തിയോടെ കിണറ്റിൽ നിന്നും വെള്ളം കോരുകയില്ല എന്നാണ് കഥാകൃത്ത് പറയുന്നത്. കുട്ടികളെ, ആവശ്യബോധം കൊണ്ടുള്ള ശക്തിയല്ലേ ഇത്? अब आगे की कहानी देखें. गंगी चुकी की खड़े को पकड़कर जगत पर रखे कि एकाएक ठाकुर साहब का दरवाज़ा खुल गया. शेर का मुंह इससे अधिक भयानक न होगा. ഇനി ആ കുടം, നിറഞ്ഞ കുടം എടുത്ത് കിണറ്റിൻ്റെ കരയിൽ വെച്ചിട്ട് അതിൽ നിന്നും വെള്ളം എടുക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി കുനിഞ്ഞു, കുടം പിടിക്കാൻ വേണ്ടി കുനിഞ്ഞു. അപ്പോഴെന്താണ് സംഭവിച്ചത് നോക്കാം. എക്കായേക് ഠാക്കൂർ കാ ദർവാസ ഖുൽ ഗയ. പെട്ടെന്ന് ഠാക്കൂറിൻ്റെ വാതിൽ തുറന്നു. ഇതിനെ കഥാകാരൻ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഷേർ കാ മുഹ് ഇസ്സേ അധിക് ഭയാനക് ന ഹോഗ. ഇതർ ഷേർ ക്യാ ഹേ? ഷേർ സിംഹം. സിംഹത്തിൻ്റെ വായിൽ ചെന്നകപ്പെട്ടു പോയാൽ പിന്നെ രക്ഷപ്പെടുമോ? ഇതേ അവസ്ഥയാണ് ഗംഗയ്ക്കുണ്ടായത് അല്ലേ കൂട്ടുകാരെ? ബച്ചോ ബേചാരി ഗംഗി ബച്ച് നഹി സക്തി. ഗംഗയ്ക്ക് ഇനി രക്ഷപ്പെടുവാൻ പറ്റുമോ? രക്ഷപ്പെടാൻ കഴിയുമോ? ഇല്ല അല്ലേ? ഷേർ കാ മുഹ് इससे अधिक भयानक न होगा. इधर ठाकुर का दरवाजे का तुलना शेर के मुंह क्यों कर रहे हैं? അന്നത്തെ സാമൂഹ്യ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഠാക്കൂറിനെ പോലെയുള്ളവരെ ഗംഗി എത്രമാത്രം ഭയപ്പെട്ടിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ബച്ചോ ഗംഗി അബ് ക്യാ കർനെ വാലി थी? ഗംഗി ठाकुर के कुएं से पानी लेने वाली थी, लेकिन अब क्या हो गया? ठाकुर का दरवाज़ा खुल गया, है ना बच्चों? अचानक ठाकुर का दरवाज़ा खुल गया. गंगी को क्यों ऐसा लगा कि शेर का मुंह खुला है? സിംഹത്തിൻ്റെ വായ തുറന്നു. അതേപോലെ ഭയം എന്തുകൊണ്ട് ഗംഗയ്ക്ക് വന്നു? ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ സാമൂഹിക വ്യവസ്ഥ അതായിരുന്നു. ആ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കുന്ന ആരെങ്കിലും കണ്ടാൽ പിന്നെയുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബച്ചോ അബ് ഹം ദേഖേ കി ആകെ ക്യാ ഹുവാ. ഗംഗി കെ ഹാത്ത് സെ രസി छूट गई. रस्सी के साथ खड़ा धमाक से पानी में गिरा और कई क्षण तक पानी में हिलकोरे की आवाज़ें सुनाई देती रही. बच्चों फिर क्या हुआ? गंगी के हाथ से रस्सी छूट गई. छूटना माने क्या है? तेन्नीपोई. रस्सी गंगी के हाथ से छूट गई, है ना? उसके साथ क्या हो गया? खड़ा भी कहाँ गिर गया? कुएं में गिर पड़ा. കുട്ടികളെ, കയർ കയ്യിൽ നിന്നും തെന്നിപ്പോയെങ്കിൽ പിന്നെ കുടവും
വലിയ ശബ്ദത്തോടെ കിണറ്റിൽ ചെന്ന് വീഴില്ലേ? फिर क्या था, कई क्षण तक पानी में हिलकोरे की आवाज़ें सुनाई देती रही. हिलकोरे क्या है? ഓളം അല്ലേ? ഓളം, അത് കിണറ്റിൽ വീണതിൻ്റെ ശബ്ദം. അങ്ങനത്തെ ശബ്ദം കേട്ടുകൊണ്ടിരുന്നു. കുറച്ച് നേരത്തേക്ക് അങ്ങനെ കേട്ടു. ബച്ചോ ആകെ ക്യാ ഹുവാ ഹോഗാ, ജരാ ദേഖേ. ठाकुर कौन है पुकारते हुए कुएं के तरह आ रहे थे और गंगी जगत से कूद कर भागी जा रही थी. बच्चों, किसने कुछ देर पहले दरवाज़ा खोला था? ആരാണ് കുറച്ച് മുമ്പ് കതക് തുറന്നത്? പറഞ്ഞേ. ठाकुर है ना, वही ठाकुर. कौन है पुकारते हुए कुएं के तरह ആ രഹേ ഥേ. ആരാണെന്ന് ചോദിച്ചുകൊണ്ട് കിണറ്റിൻ്റെ അടുത്തേക്ക് ഠാക്കൂർ വന്നു. ഉസ് സമയ ബേച്ചാരി ഗംഗീനെ ക്യാ കിയാ ഹോഗാ. ഠാക്കൂറിൻ്റെ ആ വരവ് കണ്ട് ഗംഗയ്ക്ക് പിന്നെ എന്ത് ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ? ഗംഗി ജഗത് സേ കൂദ് കർ ഭാഗി ജാ രഹി ഥി. ഗംഗി എന്ത് ചെയ്തു? അവിടെ നിന്ന് ഓടിപ്പോയി. എന്തുകൊണ്ട്? പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി. കുടവും കയറും എല്ലാം ഉപേക്ഷിച്ച് ഗംഗി ഓടിപ്പോയി. ദാഹിച്ച് വലഞ്ഞ് ഇരിക്കുന്ന രോഗിയായ തൻ്റെ ഭർത്താവിന് ഒരു പാത്രം വെള്ളമെടുക്കുവാൻ പോലും കഴിയാതെ തിരികെ പോകുന്ന ഗംഗയാണ് നാം കാണുന്നത്. ആ അവസ്ഥയിലാണ് ഗംഗി ഇപ്പോൾ. അതുമാത്രമല്ല, അവിടെ ചെന്നപ്പോൾ വേറൊരനുഭവം കൂടി ഗംഗയ്ക്ക് ഉണ്ടാവുകയാണ്. എന്താണെന്ന് നോക്കാം. घर पहुँच कर देखा कि जो कू लोटा मुँह से लगाए वही मेला गंदा पानी पी रहा है. बच्चों, अत्यंत भयभीत होकर खड़ा और रस्सी छोड़कर गंगी घर की ओर से भागकर आ रही थी. फिर क्या देखा था गंगी ने? അവിടെ എത്തിയ ഗംഗി എന്താണ് കണ്ടത്? ആ ദുർഗന്ധം വമിക്കുന്ന മലിനമായ വെള്ളം കുടിക്കുന്നതായ ജോക്കുവിനെയാണ് ഗംഗയ്ക്ക് കാണാൻ കഴിഞ്ഞത്. ഗംഗയുടെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ കൂട്ടുകാരെ. ജോക്കു അതേ മലിനമായ വെള്ളം കുടിക്കുന്നതോടുകൂടി നമ്മുടെ കഥയും അവസാനിക്കുകയാണ്. ബച്ചോ, അബ് തക് ഹംനെ ക്യാ ക്യാ പഠാ, യാദ് കർക്കെ ദേഖേ. കഥാ സമ്രാട്ട് പ്രേംചന്ദ് की मर्मस्पर्शी कहानी है ठाकुर का कुआं. इस कहानी के मुख्य पात्र हैं जोकू और गंगी. जोकू और गंगी पति पत्नी है. നമ്മൾ ഇരുവരെയും ഏതവസ്ഥയിലാണ് പരിചയപ്പെടുന്നത്? जोकू बीमार था और प्यास से तड़प रहा था. घर में पीने के लिए गंदा पानी ही था. गांव में अन्य 2 कुएं हैं. एक ठाकुर का कुआं और दूसरा साहू का कुआं. ഈ 2 കിണറുകളിൽ നിന്നും ഗംഗയ്ക്ക് എന്തുകൊണ്ടാണ് വെള്ളമെടുക്കാൻ കഴിയാത്തത്? निम्न जाति की स्त्री होने के कारण गंगी कुओं में से पानी नहीं ले सकती. താഴ്ന്ന ജാതിക്കാർക്ക് ആ കിണറുകളിൽ നിന്നും വെള്ളമെടുക്കുവാൻ കഴിയില്ല എന്ന് നന്നായി ഗംഗയ്ക്ക് അറിയാം. എന്നിട്ടും ഗംഗി എന്താണ് ചെയ്യുന്നത്? ठाकुर के कुएं से पानी लेने के लिए गंगी रात को ही निकल पड़ी. आगे क्या हुआ? गंगी ठाकुर के कुएं से पानी लेने वाली थी. अचानक ठाकुर का दरवाज़ा खुल गया. ഗംഗിയുടെ വളരെ ദയനീയമായ അവസ്ഥയല്ലേ നമ്മൾ തുടർന്ന് കാണുന്നത്? ഗംഗി ഖടാ ഓർ രസ്സി छोड़कर घर की ओर भागी जा रही थी. जब गंगी घर पहुंचकर देखा तो जोकू वही गंदा पानी पी रहा था. കുട്ടികളെ, കഥ ഇപ്പോൾ എല്ലാവർക്കും നന്നായി മനസ്സിലായല്ലോ. ഗംഗയുടെ സ്വഭാവ സവിശേഷതകളും മനസ്സിലായില്ലേ? അതൊന്ന് എഴുതി നോക്കിയാലോ. गंगी का चरित्र पर टिप्पणी लिखे. चरित्र क्या है? स्वभावम, कैरेक्टर अल्ले. बच्चों, टिप्पणी लिखते समय हमें किन किन बातों में ध्यान देना चाहिए? पहले क्या है? विषय की पहचान.
ഇവിടെ വിഷയം എന്താണ്? ഗംഗയുടെ സ്വഭാവ സവിശേഷതകളല്ലേ എഴുതാനുള്ളത്. അത് നമുക്ക് നന്നായി മനസ്സിലായല്ലോ. അത് ആശയങ്ങൾ ക്രമമായും സംക്ഷിപ്തമായും സരളമായ ഭാഷയിലും അവതരിപ്പിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം? ആശയോं की क्रमबद्धത, സംക്ഷിപ്തത, ഉചിത് ഭാഷാശൈലി. കൂടാതെ കഥാപാത്ര നിരൂപണത്തിൽ ആ ക്യാരക്ടറിനെ കുറിച്ച്, ആ വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അതും എഴുതാം. अपना दृष्टिकोण है ना. तो प्रश्न क्या है? गंगी के चरित्र पर टिप्पणी लिखे है ना. നമുക്ക് ഒരു ഉദാഹരണം നോക്കാം. എങ്ങനെയാണ് സ്വഭാവ വിശേഷണങ്ങൾ എഴുതുന്നത്, ക്യാരക്ടർ എങ്ങനെയാണ് എഴുതുന്നത്, നമുക്കൊന്ന് ഉദാഹരണം മൂലം നോക്കാം. कथा सम्राट प्रेमचंद की कहानी है ठाकुर का कुआं. कहानी की प्रमुख पात्र है गंगी. गंगी का पति जोकू प्यास से तड़प रहा था. उससे अपने पति से इतना प्रेम है कि रात को अकेले ठाकुर के कुएं से पानी लेने जाती है. गंगी अनपढ़ है पर ठाकुर जैसे लोगों के दुर्व्यवहार अच्छी तरह जानती है. गंगी तत्कालीन दलित महिलाओं की प्रतिनिधि है. उसमें एक विद्रोही का मन हम देख सकते हैं. वो एक भी स्थापित करना चाहती है कि हम लोग अपने कामों से ही ऊंचे बन जाते हैं, ജാതി സേ നഹി. കുട്ടികളെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് വർക്ക്ഷീറ്റ് തരാം. അതെല്ലാവരും ചെയ്യണേ. കാര്യപത്രിക 1. സഹി മിലാൻ കരെ. ശരിയായവത് ചേർത്ത് പൂരിപ്പിക്കാനാണ്. ഇടതുവശത്ത് കുറേ വാക്കുകളുണ്ട്, വലതുവശത്തുള്ളതുമായി ചേരുന്നത് യോജിപ്പിച്ചെഴുതണേ. കാര്യപത്രിക 2. രണ്ടാമത്തെ വർക്ക്ഷീറ്റ്. വാക്യ പിരമിഡ് കി പൂർത്തി കരെ. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ചേർത്ത് പിരമിഡ് പൂർത്തിയാക്കുമല്ലോ എല്ലാവരും. കാര്യപത്രിക 3. वाक्य पिरामिड की पूर्ति करें. ये भी वाक्य पिरामिड की पूर्ति करने के लिए है. ഇതും ബ്രാക്കറ്റിൽ നിന്നും വാക്കുകൾ നോക്കി ശരിയായത് ചേർത്ത് പൂരിപ്പിച്ച് വാക്യ പിരമിഡ് ഉണ്ടാക്കാനാണ്. കാര്യപത്രിക 4. നാലാമത്തെ വർക്ക്ഷീറ്റ്. जाति प्रथा एक अभिशाप है. इस विषय पर संगोष्ठी होने वाला है. इसके लिए एक പോസ്റ്റർ തയ്യാർ കരെ. ജാതി വ്യവസ്ഥ അതൊരു ശാപമാണ്. ഇതിനെക്കുറിച്ചൊരു സെമിനാർ നടക്കുകയാണ്. അതിനുവേണ്ടി ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, 2 തരത്തിൽ പോസ്റ്റർ ഉണ്ട്. സെമിനാറിനെ കുറിച്ച് അറിയിപ്പ് കൊടുക്കാനുള്ള പോസ്റ്ററാണ് നമ്മൾക്കുണ്ടാക്കുന്നത്. അതിനകത്ത് സ്ഥലം, തീയതി ഇതൊക്കെ വേണം. ഈ പോസ്റ്റർ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇത് ജാതി വ്യവസ്ഥയെക്കുറിച്ചൊരു സന്ദേശം സമൂഹത്തിന് നൽകാൻ വേണ്ടിയാണ്. ജാതി പ്രഥ സമാജ് കാ അഭിശാപ് ഹേ. അങ്ങനെ സന്ദേശവാക്യങ്ങൾ എഴുതാം, ചിത്രവും വരച്ച് ആകർഷകമാക്കാം. ഇതുപോലെ എല്ലാവരും പോസ്റ്റർ തയ്യാറാക്കണം കേട്ടോ. ബച്ചോ, अब आप सबसे विदा लेने का समय आ गया है. आपका दिन शुभ हो. धन्यवाद.